ഹായ് ഓൾ, ആപ്പിൾ ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ പ്രോബ്ലം ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതലും നമ്മൾ തിയററ്റിക്കൽ ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്യാറ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലം ഏരിയാസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കഴിഞ്ഞ എക്സാമുകളുടെയൊക്കെ ക്വസ്റ്റ്യൻസ് പരിശോധിക്കുകയാണെങ്കിൽ പ്രോബ്ലം ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഏരിയയിൽ കൂടി ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. വളരെ ഭയങ്കരമായിട്ട് നമുക്ക് വലിയ കാൽക്കുലേഷൻസ് വരുന്നതോ അല്ലെങ്കിൽ ഭയങ്കരമായി നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങളല്ല നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഇക്വേഷൻ അറിയാം, അത്യാവശ്യം അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട് എങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് തന്നെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോബ്ലം ഏരിയാസിൽ കൂടിയും കൃത്യമായിട്ട് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളതാണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ ജൂലൈ 2024 നമ്മളോട് ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ്. ഇത് ആക്ച്വലി വളരെ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നമുക്ക് നോക്കാം. നമ്മളോട് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിന്റെ 20% ആണെന്ന് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 80,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് സെയിൽസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കൂ. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ ഈ ഒരു ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പറയുന്നത് സെയിൽസിന്റെ 20% പ്രോഫിറ്റ്, വിച്ച് മീൻസ് സെയിൽസ് എന്ന് പറയുന്നത് 100 ആണ് എങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എത്രയായിരിക്കും? 20 ആയിരിക്കും എന്നുള്ളതാണ്. അതായത് 100 രൂപയാണ് നമ്മൾ 100 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ അതിൽ 20 രൂപ നമ്മുടെ ലാഭമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയായിരിക്കും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ എന്താ? നമ്മൾ വിറ്റു, നമുക്ക് എത്ര രൂപ ലാഭം കിട്ടി, അതിൽ നിന്ന് കുറഞ്ഞായിരിക്കും നമ്മുടെ ചെലവെന്ന് പറയുന്നത്. സോ 100 - 20 വിച്ച് ഇസ് 80. അപ്പോൾ 80 രൂപയാണ് നിങ്ങളുടെ കോസ്റ്റ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. സെയിൽസ് 100 ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് 20 ആണ്. സെയിൽസ് 100ഉം ഗ്രോസ് പ്രോഫിറ്റ് 20 ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ് എത്രയായിരിക്കും? 80 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിൻ്റെയാണ്. സോ ഇത് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? സെയിൽസ് കണ്ടുപിടിക്കാൻ. സോ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? സെയിൽസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഡിവൈഡഡ് ബൈ അതെത്ര, അതിൻ്റെ റേറ്റ് എത്രയാണ് എന്നുള്ളത് നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത് നമ്മൾ എഴുതുക, ഇൻറ്റു സെയിൽസിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത് നമ്മൾ എഴുതുക. ഓക്കെ, ദാറ്റ് ഇസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എന്ന് പറയുന്നത് ശരിക്കും 80,000 ആണ്. 80,000 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രത്തോളമാണ് വരുന്നത്? 80 അല്ലേ? മൾട്ടിപ്ലൈഡ് ബൈ സെയിൽസ് എന്ന് പറയുമ്പോൾ എത്ര? അതായത് 80,000 എന്ന് പറയുന്നത് 80% ആണ്. അങ്ങനെയാണെങ്കിൽ 100 രൂപ അല്ലെങ്കിൽ ആ 100 എന്ന് പറയുന്ന ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ്ലി അതിനെ സെയിൽസിൻ്റെ ആ ഒരു എമൗണ്ട് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. 8 ones are 8 അല്ലേ? ഇത് നമ്മൾ 8 വെച്ച് ക്യാൻസൽ ചെയ്തു. 1 2 3 4 5 എത്ര ആൻസർ വരും? 1 lakh ആയിരിക്കും നമ്മുടെ സെയിൽസിൻ്റെ വാല്യൂ. ഈ ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിൽ കൂടി ചെയ്യും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇത്രേ ഉള്ളൂ, സെയിൽസ് എത്രയാണ്, സെയിൽസിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടി ചോദിക്കാം. ഗ്രോസ് പ്രോഫിറ്റ് എത്രയായിരിക്കുമെന്ന് ചോദിക്കാം. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഗ്രോസ് പ്രോഫിറ്റും ഇതേ രീതിയിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നൊന്ന് ഞാൻ പറയാം. അതായത് ഇതേ ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ. എന്ത് ചെയ്യണം? വീണ്ടും നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എടുക്കുക. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ആണ്, വിച്ച് ഇസ് 80 × 20 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അഗെയിൻ സീറോസ് ക്യാൻസൽ ചെയ്തു. സോ 3 zeros എത്ര വന്നു? 4 zeros 20,000. ശരിയല്ലേ? അപ്പോൾ ഇത് ഏത് തരത്തിലും ചോദിക്കും. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ എല്ലാ രീതികളും നമ്മൾ മനസ്സിലാക്കണം. സോ ഗ്രോസ് പ്രോഫിറ്റ് 20,000. ഇനി നമ്മൾ പറഞ്ഞതെല്ലാം ശരിയാണോ എന്ന് നോക്കാം. ബേസിക്കലി സെയിൽസ് എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കണം? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. ഗ്രോസ് പ്രോഫിറ്റും കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡും കൂടി ആഡ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും. നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രോസ് പ്രോഫിറ്റ് 20,000 ആണ്, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് 80,000 ആണ്. 80,000 + 20,000 നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാ? 1 lakh. അത് തന്നെയല്ലേ നമ്മൾ കണ്ടുപിടിച്ച സെയിൽസ്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് എല്ലാ രീതിയിലും അതിനെ മനസ്സിലാക്കി ചെയ്യാനായിട്ട് പറ്റണം കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് കേട്ടോ. സോ 20% ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സെയിൽസ് 100 ആണെങ്കിൽ 20 ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്നുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 80 ആയിരിക്കും. സോ ഇവർ 3 പേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് പ്രോപ്പറായിട്ട് അറിയാമെങ്കിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്ന് എടുത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്.
സോ ഇതുപോലെ പലതരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. 20% ഓൺ സെയിൽസ് ചോദിക്കാം, 20% ഓൺ കോസ്റ്റ് എന്ന് ചോദിക്കാം. അതുപോലെ ഇപ്പം നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നിട്ട് സെയിൽസ് കണ്ടുപിടിക്കാനാണ്. പല രീതിയിൽ ചോദിക്കാം. ഗ്രോസ് പ്രോഫിറ്റ് എന്നിട്ട് സെയിൽസ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് മാറി മാറി ചോദിക്കാം. അപ്പോൾ ഈ ബേസിക് റിലേഷൻസ് എല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് ഏതൊരു തരത്തിൽ ചോദിച്ചാലും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കുകയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊരു മാർഗ്ഗമുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഇങ്ങനെ 2 യൂണിറ്റ്സുകൾ പഠിക്കാനുണ്ട്. സോ രണ്ടിൽ നിന്ന് നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന പ്രോബ്ലം ഏരിയാസ് ഉണ്ട്. സോ ആ ഏരിയാസിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പക്ഷേ അതിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് എക്സാം നല്ല രീതിയിൽ നമുക്ക് അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്താണ് ചോദിക്കുക എന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായിട്ട് അതിൽ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആപ്പിൾബി അക്കാഡമി നിങ്ങൾക്ക് വളരെ നല്ലൊരു ചോയ്സ് ആയിരിക്കും. നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് തന്നെ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ തരും. സോ ആപ്പിൾബിയുടെ LMS പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാവുന്നതാണ്. അവിടെ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസുകളുണ്ട്. സോ അത് നിങ്ങളുടെ കംഫർട്ടാണ് അല്ലേ. നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ, നിങ്ങൾ ഏത് സമയത്താണോ അവൈലബിൾ ആവുന്ന ആ സമയത്ത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് വളരെ കൃത്യമായിട്ട് പഠിക്കാം എന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ നമുക്കവിടെ PPTs ഉണ്ട്, പിന്നെ ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ട്. അത് നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. കുറേ കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ പഠനം ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ കംപ്ലീറ്റ് ആവുന്നില്ല. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലേ അത് ശരിയായി വരത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങളെ ടെസ്റ്റ് പേപ്പർ സെഷൻസ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതും ടൈം ബേസ്ഡ് ടെസ്റ്റ് പേപ്പേഴ്സ് ആണ്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ടൈം എടുത്ത് തന്നെയാണോ, ടൈം മാനേജ്മെൻറ്റ് നമുക്കുണ്ടോ ഇല്ലെങ്കിൽ അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാനൊക്കെ സഹായിക്കും എന്നുള്ളതാണ്. ഇതോടൊക്കെ ഒപ്പം നമുക്ക് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ലൈവ് സെഷൻസും ഉണ്ടായിരിക്കും. സോ ലൈവ് സെഷൻ ത്രൂ നിങ്ങൾക്ക് ടോപ്പിക്സുകളെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ളൊരു ധാരണയും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അത് എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നമുക്ക് പരസ്പരം ഇൻട്രാക്ട് ചെയ്ത് വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾബി അക്കാഡമിയുടെ കോച്ചിങ് ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ തന്നെ പഠിക്കാൻ ഓക്കെയാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗൈഡിങ്ങിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾബി അക്കാഡമിയുടെ ഫ്രീ റിസോഴ്സസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഫ്രീ ആയിട്ട് ലൈവ് സെഷൻസുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിന് താഴെ കാണുന്ന ലിങ്ക് യൂസ് ചെയ്ത് വാട്സാപ്പിൽ ജോയിൻ ചെയ്താൽ മതിയാകും. സോ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ നല്ല രീതിയിൽ നമുക്ക് പഠിക്കാം. സോ നെക്സ്റ്റ് എക്സാമിന് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ കഴിഞ്ഞു പോയ എക്സാമിന് ചെറിയ മാർക്കുകൾക്കൊക്കെ എക്സാം നമുക്ക് ആ ഒരു എന്താ പറയുക ക്വാളിഫിക്കേഷൻ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ ഈ വരുന്ന എക്സാമിന് നമുക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ വളരെ സിസ്റ്റമാറ്റിക് ആയി തന്നെ പഠിക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.